How to track your progress without getting discouraged? പൊതുവേ ഈ പ്രോഗ്രസ് ട്രാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ ഒരുമാതിരി ചടച്ചു, അയ്യോ എനിക്ക് റിസൾട്ട്സ് ഒന്നും വന്നില്ലല്ലോ, ഇനി ഞാൻ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് പൊതുവേ ഒരു മനുഷ്യ സഹജമായ കാര്യമാണ്. നമുക്കെപ്പം പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു വാലിഡേഷൻ വേണം. അതായത് നമ്മൾ പ്രോഗ്രസ് ആകും, ഒന്നെങ്കിൽ ആരെങ്കിലും പറയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി തന്നെ മാറ്റങ്ങൾ വരണം. ഇതൊന്നും ഇല്ലാത്ത കാരണത്തിൽ എപ്പോഴും ഡിസ്കറേജ്മെന്റ് വളരെ കൂടുതലായിട്ട് നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, വിച്ച് ഈസ് ലൈക്ക് സ്ട്രെങ്ത് മെട്രിക്. എനിക്ക് ഈ ഇത്ര സ്ട്രെങ്ത് കൂടിയോ, അല്ലെങ്കിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ എത്ര കൺസിസ്റ്റന്റ് ഞാൻ ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ശരീരം മാറിയില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ല. പിന്നെ ഈ പ്രോഗ്രസ് ഫോട്ടോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 3 മാസത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന പ്രോഗ്രഷൻ വെച്ചിരിക്കുന്നത്. ആ 3 മാസം എത്തുന്നത് വരെ നിങ്ങൾ എല്ലാ ആഴ്ചയും ഫോട്ടോ എടുക്കാൻ വരെ ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 മാസത്തിലൊരു കൈൻഡ് ഓഫ് ടൈം ലാപ്സ് പോലെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എഗെയിൻ ഒരു തവണ നമ്മൾ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 3 മാസം വരെ 90 ഡേയ്സ് വരെ നിങ്ങൾ അത് കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകാൻ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. എൻഡ് ഓഫ് ദി ഡേ ഡിസ്കറേജ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് ഒരു പബ്ലിക് കമ്മിറ്റ്മെന്റ് എടുക്കുക. അല്ലെങ്കിൽ പബ്ലിക് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുക. അപ്പോൾ ഇടുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ നാട്ടുകാരും വീട്ടുകാരൊക്കെ നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഇട്ടുപോയി കുടുങ്ങി, ഇനി എന്തായാലും എടുത്തേ പറ്റൂ എന്നുള്ളൊരു കൈൻഡ് ഓഫ് കമ്മിറ്റ്മെന്റ് വരും. കമ്മിറ്റ്മെന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ പ്രോഗ്രാം, ഫിറ്റ്നസ് പ്രോഗ്രാംസ്, ഏത് പ്രോഗ്രാം, എന്ത് കാര്യം വാങ്ങും, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതാ, നമ്മൾ അധ്വാനിച്ച പൈസ കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിനോട് കുറച്ച് വില ഉണ്ടാവും. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതിനൊരു വില ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊരു പണിഷ്മെന്റ് റിവാർഡ് സൈക്കിൾ നിങ്ങൾ വെക്കുക. ഈ പണിഷ്മെന്റ് റിവാർഡ് സൈക്കിൾ എന്ന് പറയുന്ന സംഭവം മനുഷ്യന്മാർ പൊതുവേ ഏതൊരു സംഭവം ചെയ്യുന്ന സമയത്ത് ഒരു കമ്മിറ്റ്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ളത്. ഈ പണം ആൻഡ് അവാർഡുകൾ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജോലിക്ക് എല്ലാ ദിവസവും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോലിയുടെ ഇഷ്ടമായിട്ടല്ല, എല്ലാ മാസവും സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി കിട്ടിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേടാം. ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹം. സോ ദ ഹോൾ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കറേജ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഡിസിപ്ലിൻ റൂട്ടീൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിനോ അല്ലെങ്കിൽ പബ്ലിക് കമ്മിറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു കൈൻഡ് ഓഫ് എൻകറേജ്മെന്റ് നിങ്ങൾക്ക് തന്നെ വരുത്തിക്കാൻ പറ്റുന്നതാണ്.